ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിനെ വിമർശിക്കാനായി അവതരിപ്പിക്കപ്പെട്ട ചില വാദങ്ങളെയാണ്. ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കാതെ അതിന് തങ്ങൾക്ക് തോന്നിയ രൂപം നൽകി ആക്രമിക്കാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദികളുടെയും ഇസ്ലാം വിമർശകരുടെയും പതിവ് ശൈലിയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. വിമർശനമെന്ന വ്യാജേന മതത്തെയും വിശ്വാസികളെയും അവഹേളിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാടെന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇസ്ലാം ബാഹുബലി 1, ബാഹുബലി 2 എന്ന തെറ്റിദ്ധാരണ. ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അയാൾ ഇസ്ലാമിനെ ബാഹുബലി 1 എന്നും ബാഹുബലി 2 എന്നും വേർതിരിക്കുന്നത് കേട്ടു. മദ്രസകളിലും പൊതുവേദികളിലും കേൾക്കുന്നത് വെളുപ്പിച്ച ഇസ്ലാമാണ് ബാഹുബലി 1 എന്നും പ്രശ്നമുള്ള കറുത്ത ഇസ്ലാമാണ് ബാഹുബലി 2 യഥാർത്ഥ ഇസ്ലാം എന്നും അയാൾ പറയുന്നു. ഇത് ഇസ്ലാമിനെക്കുറിച്ചുള്ള അതില് ബാഹുബലി 1 തെറ്റും 2 ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് തന്നെ പറയണ എന്തിനാ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? പിന്നെ അങ്ങനെ പറഞ്ഞു ബാഹുബലി 1 എന്ന് പറയുന്നത് വെള്ള പൂശിയ ഇസ്ലാം, യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ബാഹുബലി 2 കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി? ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും അതുപോലെ ചരിത്ര ബുക്കുകളിൽ നിന്നും നമുക്ക് കിട്ടും. ചരിത്ര ബുക്കുകളിൽ നിന്നും കിട്ടി. ഓക്കെ, സമ്മതിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ അറിവില്ലായ്മയും ദുരുപയോഗവുമാണ്. ഇതേ വിമർശകൻ തന്നെ പലപ്പോഴായി തെളിവു വേണമെന്ന് വാദിക്കുകയും ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങളെ കെട്ടുകഥകളായി തള്ളിക്കളയുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതേ സമയം അയാൾക്കിഷ്ടമുള്ള സ്വന്തം വാദങ്ങൾക്ക് തെളിവാവശ്യമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ബാഹുബലി എന്ന ഈ രൂപകം ഇസ്ലാമിക പഠനരീതികളെക്കുറിച്ച് അയാൾക്കുള്ള അജ്ഞതയെയാണ് തുറന്നു കാണിക്കുന്നത്. ഏതൊരു പ്രത്യയശാസ്ത്രത്തെയും അതിന്റെ മൂലപ്രമാണങ്ങളെ ശരിയായി പഠിക്കാതെ ഉപരിപ്ലവമായ നിരീക്ഷണങ്ങളിലൂടെ നല്ലത് മോശം എന്നു വിഭജിക്കുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഇതേസമയം നിരീശ്വരവാദവും അതിന്റെ വക്താക്കളും അവരുടെ ആശയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇതേ ബാഹുബലി സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ തങ്ങൾക്ക് സൗകര്യപ്രദമായ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെയും തെളിവുകളെയും ഉയർത്തിക്കാട്ടുകയും തങ്ങളുടെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്ന ചോദ്യങ്ങളെയും പ്രതിസന്ധികളെയും തള്ളിക്കളയുകയും ചെയ്യും. ഹോട്ടൽ ഉപമയുടെ യുക്തിരാഹിത്യം. ഇസ്ലാമിന്റെ ഉള്ളറകളിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ലെന്നും പുറമെ കാണുന്നത് നല്ലതും ഉള്ളിൽ വൃത്തിഹീനവുമാണ് എന്നും വരുത്തി തീർക്കാൻ ഹദീസിൽ നിന്നും അതുപോലെ ചരിത്ര ബുക്കുകളിൽ നിന്നും നമുക്ക് കിട്ടും. ചരിത്ര ബുക്കുകളിൽ നിന്നും കിട്ടി. ഓക്കെ, സമ്മതിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ ചരിത്ര ബുക്കുകളിൽ നിന്ന് ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നു. ആ ഹോട്ടലിന്റെ അകം വളരെ വൃത്തിഹീനവും ഒക്കെ ആയിരിക്കും. പുറമെ നല്ല ഇതായിട്ട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി എല്ലാം സന്നിധിച്ചു വെച്ചിരിക്കുന്നു. അപ്പം ഈ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ആർക്കും അത്യാവശ്യം ആ ഹോട്ടലിലുള്ളവർക്കല്ലാതെ വേറെ ആർക്കും പ്രവേശനമില്ല. ഇയാൾ ഒരു ഹോട്ടൽ ഉപമ ഉപയോഗിച്ചു. ഇയാളുടെ തന്നെ മുൻ വീഡിയോകളിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കുഴിച്ചെടുത്ത് വെളിപ്പെടുത്തുന്നു എന്ന് അയാൾ അവകാശപ്പെടുന്നത് നമുക്ക് കാണാം. എന്നിട്ട് ഇവിടെ പറയുന്നു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന്. ഇത് സ്വന്തം വാദങ്ങളെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമല്ലേ? ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിക്കുകയും പിന്നീട് അതേ ഗ്രന്ഥങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. അടിമത്തവും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചര്യയും. അടിമത്തത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാൻ അയാൾ ശ്രമിക്കുന്നത് കണ്ടു. ഇതിനായി മോചിപ്പിച്ച അടിമയെ പ്രവാചകൻ മുഹമ്മദ് നബി തിരിച്ച അടിമയാക്കിയെന്ന തെറ്റായ വാദം ഉന്നയിക്കുകയാണ് അയാൾ ചെയ്തത്. ഉദാഹരണത്തിന് സ്വഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസ് നിരുത്സാഹപ്പെടുത്തിയ മതമാണെന്ന് നിങ്ങൾ ബാഹുബലി 1 കേൾക്കുന്നു. അപ്പൊ നിങ്ങൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറിയിൽ പോകുന്നു. ലൈബ്രറിയനായ ഗൂഗിളിനോട് ചോദിക്കുന്നു. അപ്പോൾ ഗൂഗിൾ നിങ്ങൾക്ക് ഹദീസുകൾ കൊണ്ടിട്ട് തരുന്നു, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും. അതിൽ നിങ്ങൾക്ക് കാണാം മോചിപ്പിക്കപ്പെട്ട അടിമയെ തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും അടിമയാക്കിയ പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഹദീസും ഈ കിതാബിലുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അത് ബാഹുബലി 2 ആയിട്ട് മാറുന്നു. ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും തന്റെ അടിമയെ സ്വതന്ത്രനാക്കിയാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും പകരമായി അവന്റെ ഓരോ അവയവത്തെയും നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കും. അടിമകളെ മോചിപ്പിക്കുന്നത് ഇസ്ലാം എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചു എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി ഒരാളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ശേഷം വീണ്ടും അടിമയാക്കി എന്നു പറയുന്ന ഒരു ആധികാരിക ഹദീസും ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല.
അയാൾ ഉന്നയിച്ച ഈ വാദം തെളിയിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുമില്ല. നിരീശ്വരവാദ കാഴ്ചപ്പാടിൽ നന്മതിന്മകൾക്ക് ഒരു സ്ഥായിയായ അടിത്തറയില്ലാത്തതുകൊണ്ട് അടിമത്തത്തെ സാർവത്രികമായി എങ്ങനെയാണ് അവർക്ക് അപലപിക്കാൻ സാധിക്കുക? ഏതൊരു സമൂഹത്തിലും നിലനിന്നിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ ഒരു മതത്തിന്റെ പേരിൽ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം വരുന്നതിനു മുൻപും ശേഷവും അടിമത്തം നിലനിന്നിരുന്നു. ആയിഷ ബീവിയുടെ വിവാഹപ്രായവും ചരിത്രവും. ആയിഷ ബീവിയുടെ വിവാഹപ്രായത്തെക്കുറിച്ച് അയാൾ വീണ്ടും തെറ്റിദ്ധാരണ പരത്തുന്ന വാദങ്ങൾ ഉന്നയിക്കുന്നത് കാണാം. ഇത് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇസ്ലാം വിരോധികളും നിരീശ്വരവാദികളും നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പഴയ തന്ത്രമാണ്. മഹാത്മാഗാന്ധിയുടെയും കസ്തൂർബായുടെയും വിവാഹപ്രായം ഉയർത്തിക്കാട്ടി ഇസ്ലാമിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തരംതാണ തന്ത്രമാണ്. ഇത് ുള്ളതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് അവിടെയാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഐഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം വയസ്സിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. ഞാനല്ല പറയുന്നത്, ഹദീസിലുള്ള കാര്യം നമ്മൾ കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സമ്മതിച്ചു. 6-ാം വയസ്സിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ലല്ലോ, ഈ മഹാത്മാഗാന്ധി കസ്തൂർബ എത്ര വയസ്സിലെ വിവാഹം കഴിച്ചു ചെയ്തില്ലേ എന്ന ദുർബലമായ വാദഗതിയാണ്. ഇസ്ലാം അതിന്റെ പ്രവാചകനെ ഉത്തമ മാതൃകയായി അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാ കാലഘട്ടങ്ങൾക്കും മനുഷ്യർക്കും പാഠമാകുന്നതുകൊണ്ടാണ്. അതേസമയം ഗാന്ധിജിയോ രാമനോ കൃഷ്ണനോ ഇഎംഎസോ അവരുടെ അനുയായികൾക്ക് അത്രയും സാർവത്രികമായൊരു ഉത്തമ മാതൃകയായി എല്ലാ കാലത്തേക്കും അവതരിപ്പിക്കപ്പെടുന്നില്ല. ഓരോ വ്യക്തിയും അവരുടെ ഗുണങ്ങളെയും കാലഘട്ടത്തെയും അനുസരിച്ചാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ ഒരു ഉത്തമ മാതൃക എന്ന ആശയം അയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങളിലും, ആത്മീയമായ കാര്യങ്ങൾ മുതൽ ദൈനംദിന ജീവിതത്തിലെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളിലും വിശ്വാസികൾക്ക് മാതൃകയാണ്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ ഓരോ വ്യക്തിപരമായ ശീലങ്ങളും അക്ഷരം പ്രതി അനുകരിക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് ഭക്ഷണക്രമം, വസ്ത്രധാരണം തുടങ്ങിയ കാര്യങ്ങളിൽ അന്നത്തെ അറബ് സംസ്കാരത്തിന്റേതായ ചില രീതികളുണ്ടാകാം. അവയെല്ലാം ഇന്ന് സാർവത്രികമായി പിന്തുടരണമെന്ന് ഇസ്ലാം പറയുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ധാർമ്മിക നിലപാടുകളും സത്യസന്ധതയും കാരുണ്യവും നീതിബോധവുമാണ് ഉത്തമ മാതൃകയാകേണ്ടത്. മാതാപിതാക്കളോടുള്ള കടമയും ഇസ്ലാമിക അധ്യാപനങ്ങളും. മാതാപിതാക്കളോടുള്ള സ്നേഹത്തെയും കടമകളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തെയും സ്നേഹത്തെയും ചോദ്യം ചെയ്യാൻ അയാൾ ശ്രമിച്ചു. നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കും. അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യുക. നിങ്ങൾ മുഴുവനാക്കുന്നവരെ ക്ഷമിച്ച് കേൾക്കുക, ഇല്ലെങ്കിൽ വെക്കുക. നിങ്ങൾ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കൂ. ഓക്കെ. അപ്പോ ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ്? നിങ്ങളുടെ സ്വന്തം മാതാവിനേക്കാളും പിതാവിനേക്കാളും മുഹമ്മദ് നബിയെ സ്നേഹിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? അത് ശരിയാണോ? ശരിയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഉമ്മാനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് എന്താ കാര്യം? 10 മാസം ചുമന്ന് ഉമ്മ പറയുന്നത് കേൾക്കണോ, മുഹമ്മദ് നബി പറയുന്നത് കേൾക്കണോ? അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക. അവരിൽ ഒരാളോ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് ഛേ എന്ന് പറയുകയോ അവരെ ആട്ടിക്കളയുകയോ ചെയ്യരുത്. അവരോട് ആദരവോടെയുള്ള വാക്കു പറയുക. വിശുദ്ധ ഖുർആൻ 17:23. എന്നാൽ അള്ളാഹുവിനോട് പങ്കുചേർക്കാനോ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനോ മാതാപിതാക്കൾ കൽപ്പിക്കുകയാണെങ്കിൽ അവരെ അനുസരിക്കേണ്ടതില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. മാതാപിതാക്കളോട് നീ നന്നായി പെരുമാറണം. അവർ നിനക്ക് അറിവില്ലാത്തതിനെ എന്നോട് പങ്കുചേർക്കാൻ നിന്നോട് നിർബന്ധിക്കുകയാണെങ്കിൽ നീ അവരെ അനുസരിക്കരുത്. എന്റെ അടുക്കലേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 31:15. ഈ വചനങ്ങൾ മാതാപിതാക്കളോടുള്ള കടമയെ നിഷേധിക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിനു മാത്രം അവകാശപ്പെട്ട ഏകത്വം എന്ന അടിസ്ഥാന തത്വത്തിനു പ്രാധാന്യം നൽകുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയോടുള്ള സ്നേഹമെന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അത് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന് വിരുദ്ധമല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള അടിമത്തം എല്ലാ ബന്ധങ്ങൾക്കും മീതെയാണ് എന്ന സത്യത്തെയാണ് ഊന്നിപ്പറയുന്നത്. ഇയാളിവിടെ കാട്ടറബി എന്ന വർഗീയ പരാമർശം നടത്തുന്നത് ശ്രദ്ധേയമാണ്. ഇസ്ലാമിനെ വിമർശിക്കാൻ സ്വന്തം വാദങ്ങളിൽ കഴിവില്ലാതെ വരുമ്പോൾ ഇത്തരം വംശീയ അധിക്ഷേപങ്ങൾ നടത്തുന്നത് അയാളുടെ തരം താണ ചിന്താഗതിയെയാണ് കാണിക്കുന്നത്. കൂടാതെ
കോണ്ടം എന്ന അശ്ലീലമായ വാക്കുപയോഗിച്ച് ഒരു മനുഷ്യന്റെ അസ്തിത്വത്തെ തരം താഴ്ത്തി സംസാരിക്കാൻ ശ്രമിച്ചത് അയാളുടെ സംസ്കാരമില്ലായ്മയും സംവാദത്തിലെ നിലവാരമില്ലായ്മയും വെളിവാക്കുന്നു. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. അല്ലാഹു മനുഷ്യനോ പ്രകാശമോ മുഹമ്മദ് നബിയുടെ വ്യാജ ഐഡിയോ? അല്ലാഹുവിനെക്കുറിച്ച് തികച്ചും തെറ്റായതും നിന്ദ്യവുമായ കാര്യങ്ങളാണ് അയാൾ ഇവിടെ പറയുന്നത്. അല്ലാഹു മുഹമ്മദ് നബിയുടെ വ്യാജ ഐഡിയാണെന്നും ഒരു മനുഷ്യനാണെന്നും ഒരു പ്രകാശമാണെന്നും അല്ലെങ്കിൽ ഗുണ്ടയാണെന്നും പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നാണ്. മുഹമ്മദ് നബി പറയണതാണ് കേൾക്കണ്ടേന്നാ പഠിപ്പിക്കുന്നത്. ഞാനിവിടെ ഉണ്ടല്ലോ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. എന്നാ അടുത്ത ചോദിക്കേ. അതായത് നിങ്ങൾ പറയുന്നത് അല്ലാഹു എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ? അല്ലാഹു എന്നല്ല, ഒരു ദൈവവും ഇല്ല. അല്ലാഹു ഒരു മനുഷ്യനാണ്. മുഹമ്മദ് നബി തന്നെയാണ് അല്ലാഹു. അല്ലാഹു ആണ് മനുഷ്യൻ, അല്ലാഹു മനുഷ്യനാണ്. അതെ, മുഹമ്മദ് നബി തന്നെയാണ് അല്ലാഹു. അല്ലാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ്. മുഹമ്മദ് നബി അല്ല അല്ലാഹു. മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ് അല്ലാഹു. അല്ലാഹു എന്ന് പറയുക അല്ലാഹു ഏകനാണ്. അല്ലാഹു ആരുടെയും ആശ്രയമില്ലാത്തവനാണ്. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അവന് തുല്യനായി ആരുമില്ലതാനും. അല്ലാഹു ഒരു മനുഷ്യനോ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വ്യാജ ഐഡിയോ അല്ല, മറിച്ച് എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവായ സർവശക്തനാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്. അയാൾ പറയുന്നു, സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച സൃഷ്ടികർത്താവാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ വേറെ സൃഷ്ടികർത്താക്കൾ ഉണ്ടോ എന്ന്. ഇത് ഖുർആൻ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഖുർആൻ അല്ലാഹുവിനെ ഏറ്റവും മികച്ച സൃഷ്ടാവ്, അഹ്സനുൽ ഖാലിഖീൻ എന്നു വിശേഷിപ്പിക്കുന്നത് അവന്റെ സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയെയും അതുല്യതയെയും എടുത്തു കാണിക്കാനാണ്. അല്ലാഹു അല്ലാത്ത മറ്റു സൃഷ്ടികർത്താക്കൾ ഉണ്ടെന്നു വരുത്തി തീർക്കാനല്ല. പിന്നീട് ആ ബീജത്തെ ഒരു മാംസപിണ്ഡമാക്കി, പിന്നീട് ആ മാംസപിണ്ഡത്തെ അസ്ഥികളാക്കി, എന്നിട്ട് ആ അസ്ഥികളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് നാം അതിനെ മറ്റൊരു സൃഷ്ടിയായി വളർത്തി. അപ്പോൾ അല്ലാഹുവാകുന്നു സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും ഉത്തമനായവൻ. വിശുദ്ധ ഖുർആൻ 23:14. ഈ വചനം അല്ലാഹുവിന്റെ സർവശക്തിയെയും സൃഷ്ടിപ്പിലെ പൂർണ്ണതയെയുമാണ് ഊന്നിപ്പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ തെറ്റായ വ്യാഖ്യാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രഖ്യാപനത്തിന്റെ അർത്ഥം ചില വാക്കുകൾ അറബിയിൽ മാത്രം പറയൽ നിർബന്ധമാക്കി ചില വാക്കുകളുണ്ട്. അത് അല്ലാഹു എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാ അതിന്റെ അർത്ഥം എന്ന് പറയാം. അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. മറ്റാരുമില്ല എന്നോ? അങ്ങനെയല്ലല്ലോ അതിന്റെ അർത്ഥം. അല്ലാഹു അല്ലാതെ. ലാ ഇലാഹ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ. ലാ ഇലാഹ അതിന്റെ അർത്ഥം എന്താന്ന് പറയാം? നിങ്ങൾ പറയേ. തെറ്റായി വ്യാഖ്യാനിക്കാൻ അയാൾ ശ്രമിക്കുന്നത് കണ്ടു. നൗഫൽ ശരിയായ അർത്ഥം പറഞ്ഞിട്ടും അയാൾ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. സ്രഷ്ടാവും പ്രപഞ്ചോൽപത്തിയും കെട്ടുകഥകളോ യുക്തിയോ? ദൈവമെന്ന സങ്കല്പത്തെ കെട്ടുകഥയായി ചിത്രീകരിക്കാൻ അയാൾ പുരോഹിതന്റെയും നാരായണൻ എന്ന യുക്തിവാദിയുടെ ദൈവം ഇല്ലാന്നും പുരോഹിതൻ പറഞ്ഞ ദൈവം ഉണ്ടെന്നും അങ്ങനെ ഒരു തർക്കം നടക്കുകയാണ്. അവസാനം ഈ പുരോഹിതൻ പറഞ്ഞു നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പൊ ഒരു ഡേറ്റ് പറയുന്നത് ഞാൻ ഇന്ന ദിവസം ഇത്ര ഡേറ്റിൽ നിങ്ങൾക്ക് തെളിവ് തരാന്ന് പറയുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോ അവിടെ ആ തെളിവ് കൊടുക്കാന്ന് പറയുന്നിടത്ത് ഈ യുക്തിവാദിയുടെ ആൾക്കാരും ഈ പുരോഹിതന്റെ ആൾക്കാരും കൂടി സംഘടിക്കുന്നു. അവിടെ എല്ലാവരും കൂടിയിരിക്കുന്നു. അപ്പം കെട്ടിച്ചമച്ച കഥ അവതരിപ്പിക്കുന്നു. കൂടാതെ വഞ്ചി തനിയെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിലൂടെ സ്രഷ്ടാവ് എന്ന ആശയത്തെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെ കെട്ടുകഥയാക്കി മാറ്റാൻ അയാൾ ഉപയോഗിക്കുന്ന ഈ കഥ അടിസ്ഥാനരഹിതമായൊരു വാദമാണ്. ഒരു പുഴ കടക്കാൻ വഞ്ചി തനിയെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാത്ത ഒരാൾ ഇത്രയും മഹത്തായ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് എങ്ങനെ വിശ്വസിക്കുന്നു? ഈ പ്രപഞ്ചം ആകസ്മികമായി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത് ഒരു കെട്ടുകഥയല്ലാതെ മറ്റെന്താണ്? ഒരു സ്രഷ്ടാവ് വേണമെന്ന് പറയുന്നത് അത് പള്ളി പറഞ്ഞാൽ മതി. അടുത്ത ദിവസം വെള്ളിയാഴ്ച പോകുമ്പോ പറഞ്ഞു കൂലി കൂടുതൽ കിട്ടും, ഹൂറികളെ കൂടുതൽ കിട്ടും. ഓക്കെ, അതാ പറഞ്ഞത്. അത് ചോദ്യം ഉണ്ട്. നിങ്ങൾ എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാക്കാനും ഒരാൾ വേണം. ഓക്കെ,
അങ്ങനെ പോയാൽ അവന് അവസാനം ഉണ്ടോ? അവസാനം ഉണ്ടാവില്ല, അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഒരു ക്യൂ നിൽക്കുമ്പം അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരാളുണ്ട്. ക്യൂ അല്ലല്ലോ ഇത് ഉണ്ടാക്കുന്ന കാര്യമല്ലേ നമ്മളിവിടെ പറയുന്നത്. ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ഉണ്ടാക്കുമ്പോൾ സ്രഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന അനന്തമായ ചോദ്യശൃംഖല ഇൻഫൈനറ്റ് റിഗ്രഷൻ ഉന്നയിക്കുന്നത് നിരീശ്വരവാദികളുടെ പതിവ് രീതിയാണ്. ആദമിന്റെ പൊക്കിൾക്കുടിയും പരിണാമവും. അതന്നെ പറയണത്. ഇതൊക്കെ കെട്ടുകഥയാണ്, വിശ്വാസമാണ്, കെട്ടുകഥയാണ്. അതാണ് നമ്മൾ പറയുന്നത്. അതെ, ശരി. ഇനി ഈ പടച്ചോനാണോ ഈ മണ്ണ് കുഴച്ചിട്ട് ഈ ആദമിനെ ഹവ്വനെയൊക്കെ ഉണ്ടാക്കിയെന്നും കൂടിയാണോ നിങ്ങൾ പറഞ്ഞു വെക്കണേ? ആണ്. അങ്ങനെ ഉണ്ടാക്കുന്ന മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ആദമിന് ഹവ്വയ്ക്ക് എന്തിനാണ് പൊക്കിൾക്കൊടി? പൊക്കിൾക്കൊടി എന്തിനാന്ന് പറയൂ. മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ആദമിന് ഹവ്വയ്ക്ക് എന്തിനാ പൊക്കിൾക്കൊടി? ആദ്യത്തെ മനുഷ്യരായ ആദമിനും ഹവ്വാക്കും പൊക്കിൾക്കുടി ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സൃഷ്ടി സങ്കല്പത്തെ ചോദ്യം ചെയ്യാൻ അയാൾ ശ്രമിച്ചു. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കുന്ന അയാൾക്ക് ജീവൻ എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ ഉത്തരം നൽകാൻ കഴിയില്ല. നിരീശ്വരവാദം പരിണാമ സിദ്ധാന്തത്തെ ഒരു മിറക്കിളായി കാണുന്നു. ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് പരിണാമ സിദ്ധാന്തത്തിന് കൃത്യമായ ഒരു വിശദീകരണമില്ല. ഇസ്ലാം അള്ളാഹുവിന്റെ സർവ്വശക്തിയിൽ വിശ്വസിക്കുന്നു. അവൻ മനുഷ്യനെ പല രൂപങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. കോഴിയും മുട്ടയും എന്ന ചോദ്യത്തിലെ ആശയക്കുഴപ്പം. കോഴിയാണോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച സൃഷ്ടികർത്താവാണ് അള്ളാഹു. അപ്പൊ ആരാണ് ആ സൃഷ്ടികർത്താവ്? അതിവിടെ അതിന് ഉത്തരവൊക്കെ വന്നിട്ടുള്ളതാണ്. കോഴിയാണോ കോഴിമുട്ടയാണോ? ആ ചോദ്യം കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയോ? അതെ, അതിൽ ഏതാണെന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്തിയ കാര്യം നിങ്ങൾക്ക് അറിയോ? മുട്ടയാണ് ആദ്യം ഉണ്ടായത്. മുട്ടയാണ് ആദ്യം ഉണ്ടായത്. മുട്ടയാണോ ആദ്യം എന്ന പരമ്പരാഗത ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സൃഷ്ടി സങ്കല്പത്തെ ചോദ്യം ചെയ്യാനും അയാൾ ശ്രമിക്കുന്നത് കണ്ടു. ചന്ദ്രൻ പിളർത്തിയ അത്ഭുതം ഒരു കെട്ടുകഥയോ? അതായത് കെട്ടുകഥയാണ്. പിന്നെ വിശ്വാസം എന്ന് പറയുന്നതിന് അങ്ങനെ പറഞ്ഞൂടെ, കെട്ടുകഥയാണ്. ഇനി അവിടെ നിൽക്കട്ടെ. ഈ ഇസ്ലാമിൽ ഈ ചന്ദ്രനെ പിളർത്തിയ കഥയൊക്കെ പറയുന്നത്, അതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ചന്ദ്രനെ പിളർത്തിയ കഥയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓ, ചന്ദ്രനെ പിളർത്തിയ കഥ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓ, നിങ്ങൾ ഇത് പറയൂ, ചന്ദ്രനെ പിളർത്തിയ കഥ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തി എന്ന അത്ഭുതത്തെ അയാൾ കെട്ടുകഥ എന്ന് പറഞ്ഞു പരിഹസിക്കുന്നത് കാണുന്നു. അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളർന്നു. വിശുദ്ധ ഖുർആൻ 54:1. സ്വഹീഹ് ബുഖാരിയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം: മക്കക്കാർ അള്ളാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടയാളം കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ചന്ദ്രനെ 2 കഷ്ണങ്ങളാക്കി കാണിച്ചു. എന്നിട്ട് അതിൽ ഒരു ഭാഗം മലയുടെ ഈ വശത്തും മറ്റേ ഭാഗം മലയുടെ മറുവശത്തുമായിരുന്നു. ഇസ്ലാം അത്ഭുതങ്ങളെ അള്ളാഹുവിന്റെ കഴിവുകളായിട്ടാണ് കാണുന്നത്. അത് ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്ക് അതീതമാണ്. അത്ഭുതങ്ങൾക്ക് ശാസ്ത്രീയ തെളിവ് ആവശ്യപ്പെടുന്നത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. അത്ഭുതങ്ങൾ എന്നത് ശാസ്ത്രീയ നിയമങ്ങൾക്ക് അതീതമായ ദൈവീക ഇടപെടലുകളാണ്. ഇതേസമയം നിരീശ്വരവാദികളും അവരുടെ വിശ്വാസങ്ങളിൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി, ജീവൻ തനിയെ ഉണ്ടായി, ബോധം ദ്രവ്യത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നിങ്ങനെയുള്ള വാദങ്ങൾക്കൊന്നും നിലവിൽ നേരിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളില്ല. ഇവയെല്ലാം ഭാവിയിൽ തെളിയിക്കപ്പെടാവുന്ന സിദ്ധാന്തങ്ങളായി അവർ വിശ്വസിക്കുന്നു. ഇതിനെ കെട്ടുകഥ എന്നു വിളിക്കുന്ന ഇയാൾ സ്വന്തം വിശ്വാസങ്ങളെ വിമർശനത്തിന് അതീതമായി കാണുന്നത് ഇരട്ടത്താപ്പാണ്. മുൻകാലവാദങ്ങളിലെ വൈരുദ്ധ്യം. ഈ വിമർശകൻ തെളിവുകളുടെ കാര്യത്തിൽ പലപ്പോഴും ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നമുക്ക് മുൻ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. ഒരു വശത്ത് ഇസ്ലാമിക കാര്യങ്ങളെ വിമർശിക്കുമ്പോൾ കണിശമായ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യപ്പെടുകയും അതേസമയം തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെയും മറ്റു വിഷയങ്ങളെയും ന്യായീകരിക്കാൻ ദുർബലമായ തെളിവുകളെയും വെറും ഊഹാപോഹങ്ങളെയും ആശ്രയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉദാഹരണത്തിന്, അയാൾ റമദാൻ മാസത്തിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും നോമ്പ് അതിനൊരു കാരണമാണെന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ വാദത്തിന് വ്യക്തമായ ശാസ്ത്രീയ അടിസ്ഥാനമില്ല. അതേസമയം ഹമാസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഗാസയിലെ ക്ഷാമവും മരണനിരക്കും കള്ളപ്പട്ടിണിയാണെന്ന് അയാൾ വാദിക്കുന്നു. ഇവിടെ അയാൾ ഹമാസ് ഡാറ്റയെ തള്ളിക്കളയുന്നു. എന്നാൽ സ്വന്തം വാദങ്ങളെ ന്യായീകരിക്കാൻ ദുർബലമായ പഠനങ്ങളെയും തെറ്റായ വിവരങ്ങളെയും ആശ്രയിക്കുകയും ചെയ്യുന്നു.
ഹോമിയോപ്പതിയെ കപടശാസ്ത്രമെന്നും തെളിവില്ലാത്ത ചികിത്സാരീതിയെന്നും നിരന്തരം വിമർശിക്കുന്ന വ്യക്തിയാണയാൾ. എന്നാൽ ഇസ്ലാമിനെ വിമർശിക്കാൻ തെളിവില്ലാത്ത കഥകളെയും തെറ്റിദ്ധാരണകളെയും അയാൾ ആശ്രയിക്കുന്നു. ഒരു വശത്ത് ആധുനിക വൈദ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് വാദിക്കുമ്പോൾ, മറുവശത്ത് മതപരമായ കാര്യങ്ങളിൽ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ ചർച്ചയിൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ തനിക്കറിയാത്ത കാര്യങ്ങൾ പോയി പഠിക്കൂ എന്നയാൾ നൌഫലിനോട് പറയുന്നു. എന്നാൽ പലപ്പോഴും തനിക്കറിയാത്ത കാര്യങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുകയും അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത പോലെ സംസാരിക്കുകയും ചെയ്യുന്നത് ഇയാളാണ്. അറബി ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ച് പോലും അറിവില്ലാത്ത ഒരാൾ ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ്. ഇയാളുടെ ഇരട്ടത്താപ്പും പക്ഷപാതവും ഇവിടെ വ്യക്തമാണ്. ഇസ്ലാമിനെ വിമർശിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ഇസ്ലാം വിമർശകൻ മാത്രമാണ് ഇയാൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിനെ വിമർശിക്കാനായി അവതരിപ്പിക്കപ്പെട്ട ചില വാദങ്ങളെയാണ്. ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കാതെ അതിന് തങ്ങൾക്ക് തോന്നിയ രൂപം നൽകി ആക്രമിക്കാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദികളുടെയും ഇസ്ലാം വിമർശകരുടെയും പതിവ് ശൈലിയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. വിമർശനമെന്ന വ്യാജേന മതത്തെയും വിശ്വാസികളെയും അവഹേളിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാട് എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇസ്ലാം ബാഹുബലി 1, ബാഹുബലി 2 എന്ന തെറ്റിദ്ധാരണ. ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അയാൾ ഇസ്ലാമിനെ ബാഹുബലി 1 എന്നും ബാഹുബലി 2 എന്നും വേർതിരിക്കുന്നത് കേട്ടു. മദ്രസകളിലും പൊതുവേദികളിലും കേൾക്കുന്നത് വെളുപ്പിച്ച ഇസ്ലാമാണ് ബാഹുബലി 1 എന്നും, പ്രശ്നമുള്ള കറുത്ത ഇസ്ലാമാണ് ബാഹുബലി 2, യഥാർത്ഥ ഇസ്ലാം എന്നും അയാൾ പറയുന്നു. ഇത് ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ദുരുപയോഗവുമാണ്. ഇസ്ലാം എന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങളെ മാത്രം എടുത്ത് അവതരിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആധികാരിക ചര്യകളിലും ഹദീസുകൾ അധിഷ്ഠിതമായ ഒരു സമഗ്ര ജീവിത വ്യവസ്ഥിതിയാണ്. യഥാർത്ഥ ഇസ്ലാമിനെ വെള്ളപൂശിയെന്നും കറുത്തതെന്നും തരംതിരിക്കുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളെ പഠിക്കാതെ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരുടെ രീതിയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ ഖുർആനും ഹദീസും വിശദീകരിക്കുമ്പോൾ ഓരോ വചനത്തിന്റെയും ഹദീസിന്റെയും പശ്ചാത്തലവും അതിന്റെ സമഗ്രമായ അർത്ഥവും പരിഗണിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇത് ഇഷ്ടമുള്ളതെടുക്കുകയും അല്ലാത്തത് തള്ളുകയും ചെയ്യുന്ന ഒരു സമീപനമല്ല. ഇതേ വിമർശകൻ തന്നെ പലപ്പോഴായി തെളിവ് വേണമെന്ന് വാദിക്കുകയും ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങളെ കെട്ടുകഥകളായി തള്ളിക്കളയുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതേ സമയം അയാൾക്ക് ഇഷ്ടമുള്ള സ്വന്തം വാദങ്ങൾക്ക് തെളിവ് ആവശ്യമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ബാഹുബലി എന്ന ഈ രൂപകം ഇസ്ലാമിക പഠനരീതികളെക്കുറിച്ച് അയാൾക്കുള്ള അജ്ഞതയെയാണ് തുറന്നു കാണിക്കുന്നത്. ഏതൊരു പ്രത്യയശാസ്ത്രത്തെയും അതിന്റെ മൂലപ്രമാണങ്ങളെ ശരിയായി പഠിക്കാതെ ഉപരിപ്ലവമായ നിരീക്ഷണങ്ങളിലൂടെ നല്ലത് മോശം എന്ന് വിഭജിക്കുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഇതേസമയം നിരീശ്വരവാദവും അതിന്റെ വക്താക്കളും അവരുടെ ആശയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇതേ ബാഹുബലി സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ തങ്ങൾക്ക് സൗകര്യപ്രദമായ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെയും തെളിവുകളെയും ഉയർത്തിക്കാട്ടുകയും തങ്ങളുടെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്ന ചോദ്യങ്ങളെയും പ്രതിസന്ധികളെയും തള്ളിക്കളയുകയും ചെയ്യും. ഹോട്ടൽ ഉപമയുടെ യുക്തിരാഹിത്യം. ഇസ്ലാമിന്റെ ഉള്ളറകളിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ലെന്നും പുറമേ കാണുന്നത് നല്ലതും ഉള്ളിൽ വൃത്തിഹീനവുമാണെന്നും വരുത്തി തീർക്കാൻ അയാൾ ഒരു ഹോട്ടൽ ഉപമ ഉപയോഗിച്ചു. ഇതൊരു വെറും വാചാടോപമാണ്, യുക്തിസഹമായൊരു വാദമല്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളായ വിശുദ്ധ ഖുർആനും ആധികാരിക ഹദീസ് ഗ്രന്ഥങ്ങളും ലോകത്താർക്കും ലഭ്യമാണ്. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പ്രമാണങ്ങൾ നേരിട്ട് വായിക്കാനും പഠിക്കാനും സാധിക്കും. ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയങ്ങളെല്ലാം പരസ്യമായി ചർച്ച ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രഹസ്യമായ അറിവുകൾ എന്നൊന്ന് ഇസ്ലാമിലില്ല. എല്ലാ കാര്യങ്ങളും തുറന്ന പുസ്തകമാണ്. ഇയാളുടെ തന്നെ മുൻ വീഡിയോകളിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കുഴിച്ചെടുത്ത് വെളിപ്പെടുത്തുന്നു എന്ന് അയാൾ അവകാശപ്പെടുന്നത് നമുക്ക് കാണാം. എന്നിട്ട് ഇവിടെ പറയുന്നു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന്. ഇത് സ്വന്തം വാദങ്ങളെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമല്ലേ? ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിക്കുകയും
പിന്നീട് അതേ ഗ്രന്ഥങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. അടിമത്തവും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചര്യയും. അടിമത്തത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാൻ അയാൾ ശ്രമിക്കുന്നത് കണ്ടു. ഇതിനായി മോചിപ്പിച്ച അടിമയെ പ്രവാചകൻ മുഹമ്മദ് നബി തിരിച്ച അടിമയാക്കിയെന്ന തെറ്റായ വാദം ഉന്നയിക്കുകയാണ് അയാൾ ചെയ്തത്. ഇങ്ങനെയൊരു ഹദീസ് നിലവിലില്ലെന്നു മാത്രമല്ല, ഇസ്ലാമിന്റെ അടിമത്തത്തോടുള്ള സമീപനത്തെക്കുറിച്ചുള്ള ഇയാളുടെ വാദം തികച്ചും തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. ഇസ്ലാം അടിമത്തം തുടക്കത്തിൽ നിരോധിച്ചില്ലെങ്കിലും അതിനെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി. അടിമകളെ മോചിപ്പിക്കുന്നത് വലിയ പുണ്യകർമ്മമായി പഠിപ്പിച്ചു. അടിമകളോട് വളരെ കാരുണ്യത്തോടെയും നീതിയോടെയും പെരുമാറാൻ കൽപ്പിച്ചു. അടിമകൾക്ക് വിദ്യാഭ്യാസം നൽകാനും മോചനത്തിനുള്ള വഴികളൊരുക്കാനും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. അടിമത്തം ഇല്ലാതാക്കാൻ ഇസ്ലാം സ്വീകരിച്ച സമീപനം ചരിത്രപരമായി വളരെ പുരോഗമനപരമായിരുന്നു. ഉദാഹരണത്തിന്, സഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും തന്റെ അടിമയെ സ്വതന്ത്രനാക്കിയാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും പകരമായി അവന്റെ ഓരോ അവയവത്തെയും നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കും. അടിമകളെ മോചിപ്പിക്കുന്നത് ഇസ്ലാം എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി ഒരാളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ശേഷം വീണ്ടും അടിമയാക്കി എന്ന് പറയുന്ന ഒരു ആധികാരിക ഹദീസും ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല. അയാൾ ഉന്നയിച്ച ഈ വാദം തെളിയിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുമില്ല. നിരീശ്വരവാദ കാഴ്ചപ്പാടിൽ നന്മതിന്മകൾക്കൊരു സ്ഥായിയായ അടിത്തറയില്ലാത്തതുകൊണ്ട് അടിമത്തത്തെ സാർവത്രികമായി എങ്ങനെയാണ് അവർക്ക് അപലപിക്കാൻ സാധിക്കുക? ഏതൊരു സമൂഹത്തിലും നിലനിന്നിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ ഒരു മതത്തിന്റെ പേരിൽ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം വരുന്നതിനു മുമ്പും ശേഷവും അടിമത്തം നിലനിന്നിരുന്നു. ആയിഷ ബീവിയുടെ വിവാഹപ്രായവും ചരിത്രവും. ആയിഷ ബീവിയുടെ വിവാഹപ്രായത്തെക്കുറിച്ച് അയാൾ വീണ്ടും തെറ്റിദ്ധാരണ പരത്തുന്ന വാദങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. ഇത് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇസ്ലാം വിരോധികളും നിരീശ്വരവാദികളും നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പഴയ തന്ത്രമാണ്. പ്രവാചകന്റെ കാലത്ത് അറേബ്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് ഈ വിമർശനം. അന്നത്തെ കാലത്ത് വിവാഹപ്രായം ഇന്നത്തെപ്പോലെ നിർണയിക്കപ്പെട്ടിരുന്നില്ല. മറിച്ച് ശാരീരികവും മാനസികവുമായ പക്വതയെ അടിസ്ഥാനമാക്കിയായിരുന്നു. പല ചരിത്ര പണ്ഡിതന്മാരും ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹിതയാകുമ്പോൾ കൂടുതൽ പ്രായമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവൻ എല്ലാവർക്കും മാതൃകയായിരുന്നു. ആ മാതൃകയെ സമഗ്രമായിട്ടാണ് കാണേണ്ടത്. അദ്ദേഹത്തിന്റെ ധാർമ്മികത, നീതിബോധം, കാരുണ്യം, ഭരണമികവ് എന്നിവയെല്ലാം ലോകം അംഗീകരിച്ച വസ്തുതകളാണ്. മഹാത്മാഗാന്ധിയുടെയും കസ്തൂർബായുടെയും വിവാഹപ്രായം ഉയർത്തിക്കാട്ടി ഇസ്ലാമിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തരംതാണ തന്ത്രമാണ്. ഇത് നീയും ചെയ്തില്ലേ എന്ന ദുർബലമായ വാദഗതിയാണ്. ഇസ്ലാം അതിന്റെ പ്രവാചകനെ ഉത്തമ മാതൃകയായി അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാ കാലഘട്ടങ്ങൾക്കും മനുഷ്യർക്കും പാഠമാകുന്നതുകൊണ്ടാണ്. അതേസമയം ഗാന്ധിജിയോ രാമനോ കൃഷ്ണനോ EMSO അവരുടെ അനുയായികൾക്ക് അത്രയും സാർവത്രികമായ ഒരു ഉത്തമ മാതൃകയായി എല്ലാ കാലത്തേക്കും അവതരിപ്പിക്കപ്പെടുന്നില്ല. ഓരോ വ്യക്തിയും അവരുടെ ഗുണങ്ങളെയും കാലഘട്ടത്തെയും അനുസരിച്ചാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ ഒരു ഉത്തമ മാതൃക എന്ന ആശയം അയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങളിലും, ആത്മീയമായ കാര്യങ്ങൾ മുതൽ ദൈനംദിന ജീവിതത്തിലെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളിലും വിശ്വാസികൾക്ക് മാതൃകയാണ്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ ഓരോ വ്യക്തിപരമായ ശീലങ്ങളും അക്ഷരം പ്രതി അനുകരിക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് ഭക്ഷണക്രമം, വസ്ത്രധാരണം തുടങ്ങിയ കാര്യങ്ങളിൽ അന്നത്തെ അറബ് സംസ്കാരത്തിന്റേതായ ചില രീതികളുണ്ടാകാം. അവയെല്ലാം ഇന്ന് സാർവത്രികമായി പിന്തുടരണമെന്ന് ഇസ്ലാം പറയുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ധാർമ്മിക നിലപാടുകളും സത്യസന്ധതയും കാരുണ്യവും നീതിബോധവുമാണ് ഉത്തമ മാതൃകയാകേണ്ടത്. മാതാപിതാക്കളോടുള്ള കടമയും. ഇസ്ലാമിക അധ്യാപനങ്ങളും മാതാപിതാക്കളോടുള്ള സ്നേഹത്തെയും കടമകളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെയും പ്രവാചകൻ മുഹമ്മദ് നബിയോടുള്ള സ്നേഹത്തെയും ചോദ്യം ചെയ്യാൻ അയാൾ ശ്രമിച്ചു. ഇസ്ലാം മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പ്രത്യേകം കൽപ്പിക്കുന്നു.
വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് തൊട്ടു പിന്നാലെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക. അവരിൽ ഒരാളോ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് ഛീ എന്നു പറയുകയോ അവരെ ആട്ടിക്കളയുകയോ ചെയ്യരുത്. അവരോട് ആദരവോടെയുള്ള വാക്ക് പറയുക. വിശുദ്ധ ഖുർആൻ 17:23. എന്നാൽ അള്ളാഹുവിനോട് പങ്കുചേർക്കാനോ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനോ മാതാപിതാക്കൾ കൽപ്പിക്കുകയാണെങ്കിൽ അവരെ അനുസരിക്കേണ്ടതില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. മാതാപിതാക്കളോട് നീ നന്നായി പെരുമാറണം. അവർ നിനക്ക് അറിവില്ലാത്തതിനെ എന്നോട് പങ്കുചേർക്കാൻ നിന്നോട് നിർബന്ധിക്കുകയാണെങ്കിൽ നീ അവരെ അനുസരിക്കരുത്. എന്റെ അടുക്കലേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 31:15. ഈ വചനങ്ങൾ മാതാപിതാക്കളോടുള്ള കടമയെ നിഷേധിക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിനു മാത്രം അവകാശപ്പെട്ട ഏകത്വം എന്ന അടിസ്ഥാന തത്വത്തിനു പ്രാധാന്യം നൽകുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയോടുള്ള സ്നേഹം എന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അത് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിനു വിരുദ്ധമല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള അടിമത്വം എല്ലാ ബന്ധങ്ങൾക്കും മീതെയാണ് എന്ന സത്യത്തെയാണ് ഊന്നിപ്പറയുന്നത്. ഇയാളിവിടെ കാട്ടറബി എന്ന വർഗീയ പരാമർശം നടത്തുന്നത് ശ്രദ്ധേയമാണ്. ഇസ്ലാമിനെ വിമർശിക്കാൻ സ്വന്തം വാദങ്ങളിൽ കഴിവില്ലാതെ വരുമ്പോൾ ഇത്തരം വംശീയ അധിക്ഷേപങ്ങൾ നടത്തുന്നത് അയാളുടെ തരംതാണ ചിന്താഗതിയെയാണ് കാണിക്കുന്നത്. കൂടാതെ കോണ്ടം എന്ന അശ്ലീലമായ വാക്കുപയോഗിച്ച് ഒരു മനുഷ്യന്റെ അസ്തിത്വത്തെ തരംതാഴ്ത്തി സംസാരിക്കാൻ ശ്രമിച്ചത് അയാളുടെ സംസ്കാരമില്ലായ്മയും സംവാദത്തിലെ നിലവാരമില്ലായ്മയും വെളിവാക്കുന്നു. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. അള്ളാഹു മനുഷ്യനോ പ്രകാശമോ മുഹമ്മദ് നബിയുടെ വ്യാജ ഐഡിയോ? അള്ളാഹുവിനെക്കുറിച്ച് തികച്ചും തെറ്റായതും നിന്ദ്യവുമായ കാര്യങ്ങളാണ് അയാളിവിടെ പറയുന്നത്. അള്ളാഹു മുഹമ്മദ് നബിയുടെ വ്യാജ ഐഡിയാണെന്നും ഒരു മനുഷ്യനാണെന്നും ഒരു പ്രകാശമാണെന്നും അല്ലെങ്കിൽ ഗുണ്ടയാണെന്നും പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ഏകദൈവ വിശ്വാസമാണ്, തൗഹീദ്. അള്ളാഹു ഏകനും അതുല്യനുമാണ്. അവന് പങ്കാളികളോ തുല്യരോ ഇല്ല. അവൻ സൃഷ്ടികളുമായി യാതൊരു സാദൃശ്യവുമില്ലാത്തവനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 112:1-4 ഇത് വ്യക്തമാക്കുന്നു. പറയുക, അള്ളാഹു ഏകനാണ്. അള്ളാഹു ആരുടെയും ആശ്രയമില്ലാത്തവനാണ്. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അവന് തുല്യനായി ആരും ഇല്ലതാനും. അള്ളാഹു ഒരു മനുഷ്യനോ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വ്യാജ ഐഡിയോ അല്ല, മറിച്ച് എല്ലാ സൃഷ്ടികളുടെയും സ്രഷ്ടാവായ സർവശക്തനാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്. അയാൾ പറയുന്നു, സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച സൃഷ്ടികർത്താവാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ വേറെ സൃഷ്ടികർത്താക്കളുണ്ടോ എന്ന്. ഇത് ഖുർആൻ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഖുർആൻ അള്ളാഹുവിനെ ഏറ്റവും മികച്ച സ്രഷ്ടാവ്, അഹ്സനുൽ ഖാലിഖീൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അവന്റെ സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയെയും അതുല്യതയെയും എടുത്തു കാണിക്കാനാണ്, അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടികർത്താക്കൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനല്ല. പിന്നീട് ആ ബീജത്തെ ഒരു മാംസപിണ്ഡമാക്കി, പിന്നീട് ആ മാംസപിണ്ഡത്തെ അസ്ഥികളാക്കി, എന്നിട്ട് ആ അസ്ഥികളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് നാം അതിനെ മറ്റൊരു സൃഷ്ടിയായി വളർത്തി. അപ്പോൾ അള്ളാഹുവാകുന്നു സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും ഉത്തമനായവൻ. വിശുദ്ധ ഖുർആൻ 23:14. ഈ വചനം അള്ളാഹുവിന്റെ സർവശക്തിയെയും സൃഷ്ടിപ്പിലെ പൂർണ്ണതയെയുമാണ് ഊന്നിപ്പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്യത്തിന്റെ തെറ്റായ വ്യാഖ്യാനം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രഖ്യാപനത്തിന്റെ അർത്ഥം തെറ്റായി വ്യാഖ്യാനിക്കാൻ അയാൾ ശ്രമിക്കുന്നത് കണ്ടു. നൗഫൽ ശരിയായ അർത്ഥം പറഞ്ഞിട്ടും അയാളത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ ശരിയായ അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല എന്നാണ്. ലാ എന്നാൽ ഇല്ല, ഇലാഹ എന്നാൽ ആരാധിക്കപ്പെടുന്നവൻ അഥവാ ദൈവം, ഇല്ല എന്നാൽ അല്ലാതെ, അല്ലാഹ് എന്നാൽ അല്ലാഹു അഥവാ ദൈവം. ഇത് ഇസ്ലാമിന്റെ മൗലികമായ ഏകദൈവ സങ്കല്പമാണ്. ഈ വാക്യത്തിന്റെ അർത്ഥം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിന്റെ കാതലിനെ തന്നെ ആക്രമിക്കാനാണ്.
അറബി ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങൾ പോലും അറിയാത്ത ഒരാൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് വിവരമില്ലായ്മയാണ്. അയാൾക്ക് അറബി അറിയില്ലെന്ന് തുറന്നു സമ്മതിച്ചതിനു ശേഷം ഇസ്ലാമിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് ഇത്രമാത്രം പരിഹാസ്യമാണ്. സ്രഷ്ടാവും പ്രപഞ്ചോൽപത്തിയും കെട്ടുകഥകളോ യുക്തിയോ? ദൈവം എന്ന സങ്കല്പത്തെ കെട്ടുകഥയായി ചിത്രീകരിക്കാൻ അയാൾ പുരോഹിതന്റെയും നാരായണൻ എന്ന യുക്തിവാദിയുടെയും കെട്ടിച്ചമച്ച കഥ അവതരിപ്പിക്കുന്നു. കൂടാതെ വഞ്ചി തനിയെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിലൂടെ സ്രഷ്ടാവ് എന്ന ആശയത്തെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെ കെട്ടുകഥയാക്കി മാറ്റാൻ അയാൾ ഉപയോഗിക്കുന്ന ഈ കഥ അടിസ്ഥാനരഹിതമായൊരു വാദമാണ്. ഒരു പുഴ കടക്കാൻ വഞ്ചി തനിയെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാത്ത ഒരാൾ ഇത്രയും മഹത്തായ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് എങ്ങനെ വിശ്വസിക്കുന്നു? ഈ പ്രപഞ്ചം ആകസ്മികമായി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത് ഒരു കെട്ടുകഥയല്ലാതെ മറ്റെന്താണ്? ഒരു സ്രഷ്ടാവ് വേണമെന്ന് പറയുമ്പോൾ സ്രഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന അനന്തമായ ചോദ്യശൃംഖല, അതായത് ഇൻഫിനിറ്റ് റിഗ്രഷൻ ഉന്നയിക്കുന്നത് നിരീശ്വരവാദികളുടെ പതിവ് രീതിയാണ്. എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ അല്ലാഹു സ്രഷ്ടാവാകുന്നത് അവൻ ആരുടെയും സൃഷ്ടിയല്ലാത്തതിനാലാണ്. അവനാണ് ആദ്യത്തേതും അവസാനത്തേതും. അവൻ എല്ലാ കാര്യങ്ങൾക്കും ഉപരിയായി നിലകൊള്ളുന്ന അർത്ഥോസത്തയാണ്. കാര്യകാരണ ബന്ധങ്ങളെല്ലാം അല്ലാഹുവിൽ അവസാനിക്കുന്നു. അവൻ ഒന്നിനും കാരണമാക്കേണ്ടതില്ല. ഇത് വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ യുക്തിസഹമായി വിശദീകരിക്കുന്ന തത്വമാണ്. എല്ലാം ഉണ്ടായത് തനിയെയാണെന്ന് വാദിക്കുന്നത് യുക്തിരാഹിത്യമാണ്. ആദമിന്റെ പൊക്കിൽ കൂടിയും പരിണാമവും. ആദ്യത്തെ മനുഷ്യരായ ആദമിനും ഹവ്വാക്കും പൊക്കിൽ കൂടി ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സൃഷ്ടി സങ്കല്പത്തെ ചോദ്യം ചെയ്യാൻ അയാൾ ശ്രമിച്ചു. ഇസ്ലാം അനുസരിച്ച് ആദമിനെ അല്ലാഹു മണ്ണിൽ നിന്ന് നേരിട്ട് സൃഷ്ടിച്ചതാണ്. മനുഷ്യ സൃഷ്ടിയുടെ ഈ പ്രാരംഭഘട്ടം സാധാരണ ജീവശാസ്ത്രപരമായ പ്രസവവുമായി ബന്ധപ്പെട്ടതല്ല. അതിനാൽ പൊക്കിൽക്കൂടി പോലുള്ള സാധാരണ മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആദമിനുണ്ടായിരുന്നുവോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ച അപ്രസക്തമാണ്. അത് സൃഷ്ടിയുടെ അല്ലാഹുവിന്റെ അത്ഭുതകരമായ കഴിവിനെ ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ദുർബലമായ വാദമാണ്. പൊക്കിൽക്കൂടി ഒരു സാധാരണ പ്രസവത്തിന്റെ അനന്തരഫലമാണ്. അല്ലാഹു നേരിട്ട് സൃഷ്ടിച്ച ഒരു വ്യക്തിക്ക് അതുണ്ടാകേണ്ട കാര്യമില്ല. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കുന്ന അയാൾക്ക് ജീവൻ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ ഉത്തരം നൽകാൻ കഴിയില്ല. നിരീശ്വരവാദം പരിണാമ സിദ്ധാന്തത്തെ ഒരു മിറക്കിളായി കാണുന്നു. ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് പരിണാമ സിദ്ധാന്തത്തിന് കൃത്യമായ ഒരു വിശദീകരണമില്ല. ഇസ്ലാം അല്ലാഹുവിന്റെ സർവ്വശക്തിയിൽ വിശ്വസിക്കുന്നു. അവൻ മനുഷ്യനെ പല രൂപങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. കോഴിയും മുട്ടയും എന്ന ചോദ്യത്തിലെ ആശയക്കുഴപ്പം കോഴിയാണോ മുട്ടയാണോ ആദ്യം എന്ന പരമ്പരാഗത ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സൃഷ്ടി സങ്കല്പത്തെ ചോദ്യം ചെയ്യാനും അയാൾ ശ്രമിക്കുന്നത് കണ്ടു. ഈ ചോദ്യം ഒരു ജീവശാസ്ത്രപരമായ പരിണാമത്തിന്റെ ഭാഗമാണ്. ശാസ്ത്രീയമായി ഒരു കോഴിയുടെ മുട്ടയിൽ നിന്ന് ആദ്യത്തെ കോഴിയുണ്ടായി എന്ന് പരിണാമ സിദ്ധാന്തം പറയുന്നു. എന്നാൽ ഇത് പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ സ്രഷ്ടാവ് എന്ന ചോദ്യത്തിന് ഉത്തരമല്ല. പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായതിനു പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. കോഴിയുടെയും മുട്ടയുടെയും ഉദാഹരണം ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യത്തിന് ഒരു തൃപ്തികരമായ ഉത്തരമല്ല. നിരീശ്വരവാദികൾക്ക് പോലും പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല. ചന്ദ്രൻ പിളർത്തിയ അത്ഭുതം ഒരു കെട്ടുകഥയോ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തിയെന്ന അത്ഭുതത്തെ അയാൾ കെട്ടുകഥ എന്നു പറഞ്ഞ് പരിഹസിക്കുന്നത് കേട്ടു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തിയെന്നത് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരത്ഭുതമാണ്. അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളർന്നു. വിശുദ്ധ ഖുർആൻ 54:4. സഹീഹു ബുഖാരിയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം: മക്കക്കാർ അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടയാളം കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ചന്ദ്രനെ 2 കഷ്ണങ്ങളാക്കി കാണിച്ചു. എന്നിട്ട് അതിലൊരു ഭാഗം മലയുടെ ഈ വശത്തും മറ്റേ ഭാഗം മലയുടെ മറുവശത്തുമായിരുന്നു. ഇസ്ലാം അത്ഭുതങ്ങളെ അല്ലാഹുവിന്റെ കഴിവുകളായിട്ടാണ് കാണുന്നത്. അത് ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്കതീതമാണ്. അത്ഭുതങ്ങൾക്ക് ശാസ്ത്രീയ തെളിവ് ആവശ്യപ്പെടുന്നത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. അത്ഭുതങ്ങൾ എന്നത് സാധാരണ നിയമങ്ങൾക്കതീതമായ ദൈവീക ഇടപെടലുകളാണ്. ഇതേസമയം നിരീശ്വരവാദികളും അവരുടെ വിശ്വാസങ്ങളിൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്.
ഉദാഹരണത്തിന്, ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി, ജീവൻ തനിയെ ഉണ്ടായി, ബോധം ദ്രവ്യത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നിങ്ങനെയുള്ള വാദങ്ങൾക്കൊന്നും നിലവിൽ നേരിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളില്ല. ഇവയെല്ലാം ഭാവിയിൽ തെളിയിക്കപ്പെടാവുന്ന സിദ്ധാന്തങ്ങളായി അവർ വിശ്വസിക്കുന്നു. ഇതിനെ കെട്ടുകഥ എന്ന് വിളിക്കുന്ന ഇയാൾ സ്വന്തം വിശ്വാസങ്ങളെ വിമർശനത്തിനതീതമായി കാണുന്നത് ഇരട്ടത്താപ്പാണ്. മുൻകാലവാദങ്ങളിലെ വൈരുദ്ധ്യം ഈ വിമർശകൻ തെളിവുകളുടെ കാര്യത്തിൽ പലപ്പോഴും ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നമുക്ക് മുൻ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. ഒരു വശത്ത് ഇസ്ലാമിക കാര്യങ്ങളെ വിമർശിക്കുമ്പോൾ കണിശമായ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യപ്പെടുകയും അതേസമയം തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെയും മറ്റു വിഷയങ്ങളെയും ന്യായീകരിക്കാൻ ദുർബലമായ തെളിവുകളെയും വെറും ഊഹാപോഹങ്ങളെയും ആശ്രയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉദാഹരണത്തിന്, അയാൾ റമദാൻ മാസത്തിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും നോമ്പ് അതിനൊരു കാരണമാണെന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ വാദത്തിന് വ്യക്തമായ ശാസ്ത്രീയ അടിത്തറയില്ല. അതേസമയം ഹമാസ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഗാസയിലെ ക്ഷാമവും മരണനിരക്കും കള്ളപ്പട്ടിണിയാണെന്ന് അയാൾ വാദിക്കുന്നു. ഇവിടെ അയാൾ ഹമാസ് ഡേറ്റയെ തള്ളിക്കളയുന്നു. എന്നാൽ സ്വന്തം വാദങ്ങളെ ന്യായീകരിക്കാൻ ദുർബലമായ പഠനങ്ങളെയും തെറ്റായ വിവരങ്ങളെയും ആശ്രയിക്കുകയും ചെയ്യുന്നു. ഹോമിയോപ്പതിയെ കപടശാസ്ത്രമെന്നും തെളിവില്ലാത്ത ചികിത്സാരീതിയെന്നും നിരന്തരം വിമർശിക്കുന്ന വ്യക്തിയാണിയാൾ. എന്നാൽ ഇസ്ലാമിനെ വിമർശിക്കാൻ തെളിവില്ലാത്ത കഥകളെയും തെറ്റിദ്ധാരണകളെയും അയാൾ ആശ്രയിക്കുന്നു. ഒരു വശത്ത് ആധുനിക വൈദ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് വാദിക്കുമ്പോൾ മറുവശത്ത് മതപരമായ കാര്യങ്ങളിൽ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ ചർച്ചയിൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ തനിക്കറിയാത്ത കാര്യങ്ങൾ പോയി പഠിക്കൂ എന്നയാൾ നൗഫലിനോട് പറയുന്നു. എന്നാൽ പലപ്പോഴും തനിക്കറിയാത്ത കാര്യങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുകയും അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത പോലെ സംസാരിക്കുകയും ചെയ്യുന്നത് ഇയാളാണ്. അറബി ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ച് പോലും അറിവില്ലാത്ത ഒരാൾ ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ്. ഇയാളുടെ ഇരട്ടത്താപ്പും പക്ഷപാതവും ഇവിടെ വ്യക്തമാണ്. ഇസ്ലാമിനെ വിമർശിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ഇസ്ലാം വിമർശകൻ മാത്രമാണിയാൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.